ശിവപാർവണ രചന സംഭാഷണം രുദ്രപ്രിയ. വർണ്ണ ശിവയുടെ മുഖം നെഞ്ചിൽ അവളുടെ മുഖം ഒളിപ്പിച്ചു. ശിവ വിടാനുള്ള ഭാവമില്ലായിരുന്നു. അവളുടെ മുഖം തൻ്റെ നേർക്ക് പിടിച്ചുയർത്തി. പറയ് വർണ്ണ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. എൻ്റെ മോൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ കുഞ്ഞുവാവ ഇപ്പോൾ വേണമെന്ന്? വേണം ശിവേട്ട. നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ? സേതു ആൻറ്റിയും അച്ഛനും ഒന്നും ചിലപ്പോൾ പറയാത്തതാണെങ്കിലോ? എൻ്റെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണവർ. അപ്പോൾ അവരുടെ മനസ്സിലൊരു ചെറിയ സങ്കടത്തിന് പോലും ഞാൻ ഇടം നൽകരുത്. നിനക്കെന്ത് കുറവാണ് വർണ്ണ? നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്? ശിവേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഒരു രണ്ടാം കെട്ടുകാരിയായിട്ടാണ് ഞാൻ കടന്നു വന്നത്. എന്നിട്ട് പോലും എന്നെ സ്വീകരിക്കാൻ അമ്മയും അച്ഛനും കാണിച്ച ആ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കരുത്. ഒരിക്കൽ പോലും എന്നോട് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ശിവേട്ടൻ്റെ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹം കാണും. പക്ഷേ എൻ്റെ പഠിത്തത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കും അവരത് എന്നോട് പറയാതിരിക്കുന്നത്. ഞാനത് മനസ്സിലാക്കണ്ടേ ശിവേട്ട? അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമാണോ വർണ്ണ നീ ഇപ്പോൾ ഒരു വാവയെ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല ശിവേട്ട. എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ കുഞ്ഞിനെ. ശിവവർണ്ണയുടെ മുഖം പിടിച്ച് തൻ്റെ നേർക്കുയർത്തി. എന്തായാലും ഇത്രയും നാളെ കാത്തിരുന്നില്ലേ? എക്സാം ഒന്ന് കഴിയട്ടെ, അതുവരെ. വർണ്ണ സമ്മതമെന്നോണം തലയാട്ടി. ഏകദേശം ഉച്ചയോടുകൂടി ജെയിംസിൻ്റെ പജീറോ പത്മതീർത്ഥത്തിൽ വന്നു. ചെറിയാനും ജെയിംസും മേരിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവരെ കണ്ട ഉടനെ തന്നെ പ്രതാപനും ബാലചന്ദ്രനും ശിവയും പുറത്തേക്ക് വന്നു. ചെറിയാനെയും കുടുംബത്തെയും സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും സ്വീകരിച്ചത്. അകത്തേക്കിരുന്ന ഉടനെ തന്നെ ശിവ എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി. ഇത് വർണ്ണയുടെ അച്ഛനാണ് പ്രതാപൻ. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഫാമിലി ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹം. ഇതാണ് ബാലചന്ദ്രൻ, സൂര്യഗായത്രിയുടെ അച്ഛൻ. അമ്മ സുഭദ്ര. അച്ഛൻ അത്യാവശ്യം ഒരു ബോർഡ് മീറ്റിങ്ങിനായി പോയിരിക്കുകയാണ്, ഉടനെ എത്തും. മോളെ കണ്ടില്ലല്ലോ. മേരി എല്ലാവരുടെയും മുഖത്തേക്ക് ഉത്സാഹത്തോടു കൂടി നോക്കി. അപ്പോഴേക്കും വർണ്ണയും പ്രിയയും ഇടവും വലവുമായി നിന്ന് സൂര്യയെ ഹാളിലേക്ക് കൊണ്ടുവന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ മാലാഖയെപ്പോലെ തോന്നി മേരിക്കുട്ടിക്ക് സൂര്യയെ കണ്ടപ്പോൾ. ചുമ്മാതെയല്ല ചെക്കൻ ഒറ്റ കാലിൽ നിന്നത്, ഇവളെ തന്നെ മതിയെന്ന്. അത്രയും സുന്ദരിയായിരുന്നു സൂര്യ. മേരി നേരെ അവളുടെ അടുത്തേക്ക് വന്ന് സൂര്യയുടെ കയ്യും പിടിച്ച് അവളുടെ കൂട്ടി അകത്തേക്ക് പോയി. അവർക്ക് പിന്നാലെ തന്നെ പ്രിയയും വർണ്ണയും കൂടി ചെന്നു. അവളുടെ അടുത്തായി തന്നെ വർണ്ണയുടെ കയ്യിൽ പിടിച്ച് മേരി ഇരുത്തി. ശിവമോൻ്റെ ഭാര്യയാണല്ലേ മോള്? വർണ്ണയുടെ കവളുകളിൽ പതിയെ തലോടിക്കൊണ്ടായിരുന്നു ആ ചോദ്യം. ജാനിമോക്ക് ലീവ് കിട്ടിയില്ല, എക്സാം നടക്കുകയാണ്, അല്ലെങ്കിൽ അവളെയും കൂടി കൂട്ടിയേനെ. ഇച്ചായൻ്റെ പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയത് അത്രയും അവളായിരുന്നു. ഇനിയിപ്പോൾ ലീവ് കിട്ടുമ്പോൾ ഒരു ദിവസം അവളെയും കൂടെ കൂട്ടാം. പ്രിയയുടെ കയ്യിലും പിടിച്ച് അവർ അരുമയായി തലോടി. മോളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണെന്ന് ജെയിംസ് പറഞ്ഞു. അപ്പോഴേക്കും പുറത്തൊരു കാറ് വന്നു. അതിൽ നിന്ന് ഫാദറും ജീവനും ഇറങ്ങി. ഫാദറിനെ കണ്ടപ്പോൾ തന്നെ ചെറിയാൻ ആദരപൂർവ്വം എഴുന്നേറ്റു. മേരിയും പെട്ടെന്ന് ഹാളിലേക്ക് വന്ന് ഫാദറിന് സ്തുതി നൽകി. ഇനി എല്ലാവരും ഒരു കുടുംബം പോലെ ആകാൻ പോവുകയല്ലേ? ഇതാണ് ജീവൻ. പ്രിയയ്ക്ക് വേണ്ടി ആലോചിച്ചിരിക്കുന്ന പയ്യൻ ഇതാണ്. കുറച്ച് നേരത്തെ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ചെറിയാനും മേരിക്ക് ഒരു കാര്യം മനസ്സിലായി. കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം വില നൽകുന്ന ഒരു കുടുംബമാണതെന്ന്. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ എന്നല്ല, ഒരു അതിർവരമ്പുകളുമില്ല. ഇത്രയും നല്ല ഒരു കുടുംബത്തിലേക്ക് തൻ്റെ മകന് കയറി ചെല്ലാൻ കഴിഞ്ഞതിൽ ആ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നി. അവരെന്തും സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഫാദറിൻ്റെയും മറ്റും ആ വീട്ടുകാരുടെ സമീപനം അത്രയേറെ മതിപ്പുളവാക്കുന്നതായിരുന്നു. രാജശേഖരനെ കാണാനുള്ള ആഗ്രഹം ചെറിയാൻ വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ബോർഡ് മീറ്റിംഗ് അവസാനിച്ചിരുന്നില്ല. അച്ഛൻ്റെ ഫോണിലേക്ക് 1-2 തവണ ശിവ വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. എല്ലാവർക്കും ബാക്കി കാര്യങ്ങളിൽ എതിർപ്പൊന്നുമില്ലെങ്കിൽ ജീവൻ്റെയും ജെയിംസിൻ്റെയും നിശ്ചയം നമുക്ക് ഒരുമിച്ച് നടത്താം. ഫാദറിൻ്റെയും ബാലചന്ദ്രൻ്റെയും ചെറിയാൻ്റെയും തീരുമാനത്തിൽ എല്ലാവരും സമ്മതം പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു സേതുവും സുഭദ്രയും ഭാമയും ചേർന്നുണ്ടാക്കിയത്. ചിക്കനും ബീഫും താറാവിറച്ചിയും ഒക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. അല്പം പായസം കൂടി അവർ അതിഥികൾക്കായി വെച്ചു. എല്ലാ സന്തോഷത്തിനിടയിലും അച്ഛൻ്റെ അഭാവം ശിവയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്തു.
ഇറങ്ങാൻ നേരം അമ്മ കയ്യിൽ കരുതിയിരുന്ന പാക്കറ്റിൽ നിന്നും ഒരു വള സൂര്യയുടെ കയ്യിലേക്ക് ഇട്ടു. പണ്ടൊന്നും ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കാലം മാറിയപ്പോൾ നമ്മളായിട്ട് ഇതൊക്കെ കുറയ്ക്കുന്നത് എന്തിനാ? അമ്മച്ചിക്ക് മോളോട് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. ആദ്യം കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. അതൊഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് സന്തോഷം തന്നെ. ഇപ്പോൾ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്കാണല്ലോ എൻ്റെ കുഞ്ഞു വരുന്നത്. ജാതിയും മതവും ഒക്കെ മനുഷ്യരുണ്ടാക്കുന്നതല്ലേ. എന്നാൽ ഇനി നിന്ന് സമയം കളയുന്നില്ല, ഇറങ്ങുവാണ്. എല്ലാവരും കൂടി ഒരു ദിവസം അവിടേക്കും വരണം കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. കമ്പനിയിൽ നിന്ന് രാവിലെയായിരുന്നു ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യം രാജശേഖരനെ വിളിച്ചറിയിച്ചത്. സാധാരണ രാത്രിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശിവയ്ക്കും അച്ഛനും പ്രത്യേകമാണ് മെയിൽ വരുന്നത്. പക്ഷേ ഇത്തവണ ശിവയ്ക്കൊരു മെയിൽ പോലും കിട്ടിയില്ല. എത്ര തിരക്കിലാണെങ്കിലും അച്ഛൻ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കാറുമില്ല. ചിന്തകൾ തലച്ചോറിനെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശിവ ഫോൺ കയ്യിലെടുത്ത് വർഗീസിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്താ സാർ ഈ സമയത്തൊരു വിളി? വർഗീസ്, നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ബോർഡ് മീറ്റിങ്ങിനെ കുറിച്ച് വിവരം അച്ഛന് കൊടുത്തിരുന്നോ? ഇല്ലല്ലോ സാർ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചത്തേക്ക് ഒരു മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, എല്ലാം പോസ്റ്റ്പോൺ ചെയ്യണമെന്ന്. ഞാൻ അതനുസരിച്ച് കമ്പനിക്ക് മെയിൽ സെൻഡ് ചെയ്തിരുന്നതാണല്ലോ. മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്തതായി. എന്താ സാർ, എന്ത് പറ്റി? ഇന്ന് രാവിലെ ഒരു കോൾ ഉണ്ടായിരുന്നു. സിൽവർ സ്റ്റാൻഡിൽ ബോർഡ് മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്ന്. അതനുസരിച്ച് അച്ഛൻ ധൃതിയിൽ രാവിലെ ഇവിടുന്ന് പോയതാണ്. മൊബൈലും സ്വിച്ച് ഓഫാണ്. ഇല്ലല്ലോ സാർ, ഇല്ല, ഒരു മീറ്റിങ്ങും ഇല്ല. ഓക്കെ വർഗീസ്, ഞാൻ വിളിക്കാം. ശിവ വേഗം തന്നെ സിൽവർ സ്റ്റാൻഡിലേക്ക് വിളിച്ചു. കോൾ കണക്റ്റ് ആയതും ഞാൻ ശ്രീശിവയാണ്. ഇന്ന് പത്മതീർത്ഥ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ബോർഡ് മെമ്പേഴ്സ് എന്തെങ്കിലും ഒരു മീറ്റിംഗ് അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ സാർ, അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ഇന്നിവിടെ നടന്നില്ല. അപ്പോഴേക്ക് ശിവയ്ക്ക് വർഗീസിൻ്റെ ഫോണിൽ നിന്നും കോൾ കയറി വന്നു. ഹലോ വർഗീസ്, ശിവ, എവിടെയോ എന്തോ ഒരു ചതിവ് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് സാന്ദ്രയും വേറൊരു ചെറുപ്പക്കാരനും കൂടി ഹോട്ടൽ സിൽവർ സ്റ്റാൻഡിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു നല്ലതിനല്ല. അമ്മയുടെ നിലവിളി കേട്ട് ശിവ മൊബൈൽ കട്ട് ചെയ്ത് താഴേക്ക് ഓടി. ശിവ താഴേക്ക് വരുമ്പോഴേക്കും അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയായിരുന്നു. ചുറ്റും കൂടി നിൽക്കുന്ന വർണ്ണയും പ്രിയയും ഒക്കെ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയും അമ്മാവനും സൂര്യയും ചുറ്റുമുണ്ട്. ശിവ വേഗം എല്ലാവരെയും വകഞ്ഞു മാറ്റി സേതുവിൻ്റെ അടുത്തെത്തി. എന്താ അമ്മ, എന്താ കാര്യം? അമ്മ എന്തിനാ കരയുന്നേ? മോനെ ശിവ, ഇപ്പോൾ അമ്മയ്ക്കൊരു ഫോണുണ്ടായിരുന്നു. അച്ഛനെന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന്. വിളിച്ചതാരാണെന്നൊന്നും പറഞ്ഞില്ല. ഉടനെ ഫോൺ കട്ട് ചെയ്തു. ശിവ അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ നമ്പർ എടുത്തു. അതിലേക്ക് തിരികെ വിളിച്ചു. അപ്പുറത്ത് ഫോൺ കണക്റ്റായി. ഹലോ, ഇതാരാണ്? എൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. കുറച്ചു മുമ്പ് എൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് വിളിച്ചിരുന്നു. ഓ, അത് നിങ്ങളുടെ അമ്മയുടെ മൊബൈലായിരുന്നോ? വഴിയിൽ വെച്ച് ആക്സിഡൻ്റായി കിടക്കുന്ന ഒരാളെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്നും കിട്ടിയ മൊബൈൽ നമ്പറിലാണ് വിളിച്ചത്. ആക്സിഡൻറ്റ്? ഏത് ഹോസ്പിറ്റലിൽ? ഇവിടുത്തെ AK ഹോസ്പിറ്റലിലാണ്. വഴിയിൽ കാർ കിടക്കുകയായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഒന്ന് പെട്ടെന്ന് വരികയാണെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ശിവ കേട്ട ഉടനെ വണ്ടിയുടെ ചാവിയുമായി ഇറങ്ങി ബാലചന്ദ്രനും അവൻ്റെ ഒപ്പം പോയി. പോകുന്ന വഴിക്ക് തന്നെ ശിവ വർഗീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ശിവ ചെല്ലുമ്പോൾ അച്ഛൻ ICUവിലായിരുന്നു. ഡോക്ടർമാരെ കണ്ട് സിറ്റുവേഷൻ എല്ലാം നോക്കി. പേടിക്കാനൊന്നുമില്ല എന്നറിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. ഞാനാണ് ശ്രീനിവാസൻ, നിങ്ങളെ വിളിച്ചറിയിച്ചത്. ഞാൻ വരുമ്പോഴേക്കും വണ്ടി ഒരു ഡിവൈഡറിലിടിച്ച് മറിഞ്ഞു കിടക്കുകയായിരുന്നു. വണ്ടി മറിയും മുമ്പ് അച്ഛൻ എങ്ങനെയോ പുറത്തേക്കെടുത്ത് ചാടി. അതാണ് വലിയൊരു അപകടം ഒഴിവായത്. സാർ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല. ശിവ അയാളുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദി അറിയിച്ചു. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ സാർ, ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. അയാൾ പിന്തിരിഞ്ഞു പോകുന്നത് നോക്കി ശിവ നിന്നു. പെട്ടെന്നാണ് അയാൾ തിരികെ വരുന്നത് ശിവ ശ്രദ്ധിച്ചത്. ശിവ പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്ത് കുറച്ച് രൂപ കയ്യിലെടുത്തു. അയാൾ ശിവയുടെ അടുത്തേക്ക് വന്നതും കാശ് അയാളുടെ നേർക്ക് നീട്ടി. ഞാൻ ഇതിനൊന്നും വന്നതല്ല മോനെ, ഒരു കാര്യം പറയാൻ വന്നതാണ്. ഞാൻ അച്ഛൻ്റെ കാറിൽ നിന്നും രക്ഷപ്പെടുത്തുമ്പോൾ കുറച്ചകലെയായി മറ്റൊരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു. ആ കാറിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി നിൽക്കുകയായിരുന്നു. അവർ ഇങ്ങോട്ട് തന്നെ നോക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടതാണ്. അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ മറ്റൊരാളും. ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ട ഉടനെ തന്നെ അവർ വണ്ടിയും എടുത്ത് പോയി. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് നമ്പർ നോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ സാർ, താങ്ക്സ്. ശിവ ഒരു വിസിറ്റിംഗ് കാർഡ് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. സാറിന് എപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കണ്ടാൽ മതി.
ബാലചന്ദ്രൻ ശിവയുടെ അടുത്തേക്ക് വന്നു. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അമ്മാവ, പ്രശ്നമൊന്നുമില്ല. ഞാൻ വീട്ടിലേക്ക് വിളിച്ച അമ്മയോടും ബാക്കിയുള്ളവരോടും വിവരം ഒന്ന് പറയട്ടെ. ശിവ മൊബൈലുമായി അവിടെ നിന്ന് അല്പം ദൂരെ മാറി നിന്നു. അപ്പോഴേക്കും വിവരങ്ങൾ അറിഞ്ഞ് പ്രതാപനും അവിടെ എത്തി. ദൂരെ മാറി നിന്ന് ഫോൺ ചെയ്യുന്ന ശിവയുടെ അടുത്തേക്ക് അയാൾ വന്നു. എന്താ മോനെ, എന്താ പറ്റിയത്? എങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായത്? എന്നിട്ട് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒരു സുഹൃത്തിൻ്റെയും സഹോദരൻ്റെയും എല്ലാ വേദനയും അപ്പോൾ അയാളിൽ കാണാമായിരുന്നു. പേടിക്കാനൊന്നുമില്ല എന്നാണ് അങ്കിൾ ഡോക്ടർ പറഞ്ഞത്. എന്തായാലും നമുക്ക് കയറി കാണാം. ബാലചന്ദ്രൻ പ്രതാപനെയും വിളിച്ച് കസേരയിലിരുന്നു. ശിവയുടെ കോൾ കട്ടായപ്പോൾ തന്നെ അയാൾ രണ്ടുപേരെയും തപ്പിയിറങ്ങി. പക്ഷേ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും വിവരമൊന്നും കിട്ടിയില്ല. എന്തായി കാര്യങ്ങൾ? ഞാൻ പറഞ്ഞത് ഒരുപാട് അന്വേഷിച്ചു സാർ, പക്ഷേ രണ്ടുപേരെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല. ഓക്കെ, എന്തായാലും ഇനി ഞാൻ പറഞ്ഞതിന് ശേഷം അന്വേഷിച്ചാൽ മതി. എന്നാലും എൻ്റെ ഹരി, വർണ്ണയ്ക്ക് ഇവിടെ ഒരു എതിരാളി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ സാഹചര്യം എന്തായാലും നന്നായി. ഹരി പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. അയാളുടെ ഓർമ്മകൾ 2 ദിവസം പിന്നിലേക്ക് പോയി. 2 ദിവസം മുമ്പ് കോളേജ് ഗേറ്റിൽ വെച്ചാണ് സാന്ദ്രയെ ആദ്യമായി കാണുന്നത്. കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് സാന്ദ്ര ബൈക്കിന് കൈ കാണിച്ചത്. അന്വേഷിക്കുന്നത് PG സ്റ്റുഡൻ്റായ പാർവണയെക്കുറിച്ചും. ആദ്യം കേൾക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഹരി നിന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ പാർവണയുടെ പേര് പറയുമ്പോഴുണ്ടാകുന്ന ദേഷ്യം ഹരി പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ പാർവണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി അവർ തമ്മിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. സാന്ദ്രയ്ക്ക് ശിവയോടുള്ള അടുപ്പവും അതിനിടയിലേക്ക് വർണ്ണ കടന്നു വന്നതിനെക്കുറിച്ചുള്ള കഥകളും ഒക്കെ സാന്ദ്രയും ഹരിയുടെ മനസ്സിൽ പാർവണയോടുള്ള വിദ്വേഷത്തെക്കുറിച്ച് അയാളും തുറന്ന് സംസാരിച്ചു. ശിവയ്ക്ക് വേദനിക്കണമെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേദനിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ബാക്കി വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ മീറ്റിങ്ങിൻ്റെ പേരും പറഞ്ഞ് അയാളെ തന്നെ വിളിപ്പിച്ചത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഒടുവിലാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ സമയം കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകി അതൊരു ആക്സിഡൻ്റാക്കി മാറ്റിയത്. പക്ഷേ പ്ലാനിങ്ങിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. സാരമില്ല, ഒന്നിനു പുറകിൽ ഒന്നായി അവൻ്റെ കുടുംബത്തിലുള്ളവരെ കരയിക്കണം. ഒടുവിൽ വർണ്ണയും ശിവയും കണക്കുകൂട്ടലുകൾ ഒരുപാടായിരുന്നു. സാന്ദ്രയും ഹരിക്കും. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ശിവയും ബാലചന്ദ്രനും പ്രതാപനും ICUവിൽ കയറി അച്ഛനെ കണ്ടു. കാറിൽ നിന്നും തെറിച്ച് വീണതിൻ്റേതായ പരിക്കുകളൊക്കെ ഉണ്ട്. ചെന്നപ്പോൾ തന്നെ കണ്ടു അച്ഛൻ കണ്ണും തുറന്ന് കിടക്കുന്നത്. ശിവയ്ക്ക് പക്ഷേ ആ കിടപ്പ് കണ്ടപ്പോൾ വേദന തോന്നി. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കൈകളിൽ പിടിച്ചു. എന്താ അച്ഛാ, എന്താ ഉണ്ടായത്? ഒന്നുമില്ലടാ, ചെറിയൊരു ആക്സിഡൻറ്റ്, പേടിക്കാനൊന്നുമില്ല. രാജശേഖരൻ ശിവയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പ്രതാപൻ രാജൻ്റെ കയ്യിൽ പതിയെ പിടിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് രാജ? നിങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കുന്നത് അത്ര കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഒരു നഴ്സ് വന്ന് ശിവയെ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ശിവ പുറത്തേക്കിറങ്ങി. ബാലചന്ദ്രനും പ്രതാപനും രാജശേഖരൻ്റെ അടുത്തായിരുന്നു. എന്താടാ ഉണ്ടായത്? നിനക്ക് ഡ്രൈവിങ്ങിൽ പാളിച്ച പറ്റാറില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? സംഭവിച്ചത് ആക്സിഡൻ്റ് അല്ലടാ, മനഃപൂർവ്വം ആരും എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ വ്യക്തമായി കണ്ടതാണ്. അത് മോളുടെ കോളേജിലിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയ ഒരു സാറുണ്ടല്ലോ, അയാളാണ് ഹരി. ഡോക്ടറെ കണ്ടിറങ്ങി വന്ന ശിവ ഇത് കേട്ടു തറഞ്ഞു നിന്നു. സാന്ദ്രയും ഹരിയും അവർ ഒരുമിച്ചു. അതെങ്ങനെ? ഡോറ് തുറന്ന് ശിവ അകത്തേക്ക് വന്നപ്പോഴേക്കും ആ സംസാരം അവിടെ നിന്നിരുന്നു. ശിവ എല്ലാം കേട്ടുകൊണ്ടാണ് വന്നതെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ രാജന് മനസ്സിലായി. രാജശേഖരൻ ശിവയെ അടുത്തേക്ക് വിളിച്ചു. എന്തിൻ്റെ പേരിലാണെങ്കിലും കുറച്ചുനാൾ ഇതിനൊന്നും എടുത്തു ചാടരുത്. പ്രിയയുടെയും സൂര്യമോളുടെയും വിവാഹം വരികയാണ്. ഈ ഒരു പേരിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് യാതൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മളൊന്ന് പതുങ്ങുന്നതാണ് നല്ലത്. അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവരൊന്ന് ഒതുങ്ങി മാറി നിൽക്കും. അപ്പോൾ നമുക്ക് തിരിച്ചടിക്കാം. എന്തിനും അച്ഛനും ഞങ്ങളും എല്ലാം നിൻ്റെ ഒപ്പമുണ്ട്. ശിവ അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് സമ്മതമെന്നോണം. ജീവനും ജെയിംസും രാവിലെയാണ് വിവരമെല്ലാം അറിഞ്ഞത്. അപ്പോൾ തന്നെ ഫാദറിനെയും ചെറിയച്ഛനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലെത്തി. ഫാദറും ചെറിയച്ഛനും അച്ഛന്മാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ജീവനും ജെയിംസും ശിവയ്ക്ക് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി. ശിവ എന്തോ പറയുവാൻ തുടങ്ങും മുമ്പേ തന്നെ ജീവൻ അവൻ്റെ കൈകളിൽ കയറി പിടിച്ചു. ശിവേട്ടാ, ഹരിയാണോ ഇതിൻ്റെ പിന്നിൽ? ശിവ മീശയൊന്ന് കടിച്ചു വിട്ടു. ജീവൻ്റെയും ജെയിംസിൻ്റെയും മുഖത്തെ ഭാവം മാറി മാറി നോക്കി. അതെ എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അവനിതിന് നല്ലൊരു പണി തിരിച്ചു കൊടുക്കണം ശിവേട്ടാ. ഇനി നമ്മുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും മേലെ അവൻ്റെ കൈവയ്ക്കാൻ പാടില്ല. ജീവനും ജെയിംസും കൂടി ശിവയുടെ ഇടവും വലവുമായി നിന്നത് പറയുമ്പോൾ അവന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി. തൻ്റെ കുടുംബത്തെ തന്നെപ്പോലെ സ്നേഹിക്കുന്ന 2 പേരെയാണല്ലോ
തൻ്റെ സഹോദരന്മാർക്ക് കിട്ടിയതെന്നുള്ള ഓർമ്മയിൽ. ഇപ്പോൾ കുഴപ്പത്തിനൊന്നും പോകണ്ടെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചിപ്പോൾ എടുത്തു ചാടുന്നത് ശരിയല്ല. നമ്മളൊന്ന് ഒതുങ്ങിയെന്ന് അവർ ധരിക്കട്ടെ. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കണം നമ്മുടെ അടി. ഏകദേശം വൈകുന്നേരത്തോടു കൂടി അച്ഛനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് എല്ലാവരും വീട്ടിലെത്തി. സേതുവും സുഭദ്രയും വർണ്ണയും പ്രിയയും ഒക്കെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് കരഞ്ഞു. രാജൻ എല്ലാവരെയും സമാധാനപ്പെടുത്തി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇങ്ങനെ എന്തിനാ കരഞ്ഞു വിളിക്കുന്നത്? കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുവന്ന് വിചാരിച്ച് സമാധാനിച്ചാൽ മതി. പിന്നെ എൻ്റെ ചുറ്റും കൂടി നിൽക്കാതെ എല്ലാവരും അടുക്കളയിലേക്ക് ചെല്ലാൻ നോക്ക്. ജെയിംസും ജീവനും ചെറിയച്ഛനും ഫാദറും ഒക്കെ ഉള്ളതാണ്. ഭക്ഷണം റെഡിയാക്കണം. ജെയിംസും ജീവനും ശിവയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർണ്ണ അവിടേക്ക് വന്നത്. അവർക്ക് കുടിക്കാനുള്ളത് അവിടെ കൊടുത്തതിന് ശേഷം അവൾ നേരെ മുറിയിലേക്ക് പോയി. ശിവ നോക്കുമ്പോഴുണ്ട് മുഖം കനപ്പിച്ചു പോകുന്നു പെണ്ണ്. ജെയിംസും ജീവനും മുഖത്തോട് മുഖം നോക്കി കളിയാക്കി ചിരിച്ചു. ചേട്ടത്തി ആകെ കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ. ഇത്തവണ ശിവേട്ട എന്തായാലും ഒന്ന് വിയർക്കും. സാധാരണ കാണുന്ന മുഖഭാവമല്ലേ ഇപ്പോൾ, എന്തോ കാര്യമായിട്ടുണ്ട്. എന്തായാലും അനിയന്മാരിവിടെ ഇരുന്ന് ഇതൊക്കെ കുടിക്ക്. ചേട്ടൻ എന്തായാലും ചേട്ടത്തിയുടെ അടുത്ത് വരെ പോയിട്ടൊന്ന് വരാം. ഞങ്ങൾ അന്വേഷിച്ച് വരാനുള്ള ഇടയുണ്ടാക്കരുത്, അതിനു മുമ്പേ വന്നേക്കണം. ശിവ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് ചെല്ലുമ്പോഴുണ്ട് വർണ്ണ അലമാരയിൽ എന്തോ തിരയുകയാണ്. ശിവ പിന്നാലെ ചെന്ന് പെണ്ണിനെ ഇടുപ്പിലൂടെ കൈയിട്ട് തോളിൽ മുഖം ചേർത്ത് നിന്നു. അവൾ വേഗം തിരിഞ്ഞു മാറി. ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ശിവ വർണ്ണയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് നീക്കി നിർത്തി. ശിവേട്ട എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കാറുണ്ടോ? അതെന്താ മോളെ നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം? ഞാൻ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ആരാ ശിവേട്ട ഈ സ്റ്റീഫൻ? സ്റ്റീഫനോ? അതാരാ? അതാണ് ഞാനും ചോദിച്ചത്, സ്റ്റീഫൻ ആരാണെന്ന്. ശിവ എന്ത് പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വർണ്ണ മൊബൈൽ അവൻ്റെ നേർക്ക് നീട്ടി. വർണ്ണയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ കണ്ടപ്പോൾ ശിവയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് നമ്മുടെ സിംഗപ്പൂർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾ വിളിക്കുന്നതിന് വേണ്ടി മാത്രമാണോ ശിവേട്ട ഈ ഫോൺ യൂസ് ചെയ്യുന്നത്? ഇതെന്താ കൊച്ചാ പോലീസുകാരെപ്പോൾ ചോദ്യം ചോദിക്കുന്നത്? ഇന്നലെ ശിവേട്ട ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അയാൾ വിളിച്ചിരുന്നു. മൊബൈൽ റിങ് ചെയ്യുന്ന കേട്ടാണ് ഞാൻ മുറിയിലേക്ക് വന്നത്. അതെവിടെയാണെന്ന് നോക്കുമ്പോഴേക്കും ഫോൺ കട്ടായി. പിന്നെ ഫോൺ കണ്ടുപിടിച്ചെടുത്ത ശേഷം തിരികെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ അയാൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ കേട്ട കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. നീ എന്താണ് കേട്ടതെന്നറിയാതെ ഞാൻ എങ്ങനെ പറയും വർണ്ണ? സാന്ദ്രയും ഹരിസാറും കൂടിയാണോ അച്ഛനെ അപകടത്തിൽപ്പെടുത്തിയത്? ശിവേട്ടൻ പറഞ്ഞു. സ്റ്റീഫൻ ഇപ്പോൾ സിംഗപ്പൂരിലല്ലേ? ഇവിടെ നാട്ടിലുണ്ട്. ശിവേട്ടൻ എന്തൊക്കെയാണ് എന്നിൽ നിന്ന് ഒളിക്കുന്നത്? എനിക്കറിയില്ല. എന്നോട് പറയാതെ ഒളിച്ച കാര്യമായതുകൊണ്ട് ഞാനിനി ഏട്ടനോടൊന്നും ചോദിക്കുന്നില്ല. മൊബൈൽ ശിവയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച ശേഷം വർണ്ണ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവ ഏറെ നേരം അങ്ങനെ തന്നെ നിന്നു. അവളെ ഒന്നും അറിയിക്കരുതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം വർണ്ണ അറിഞ്ഞിരിക്കുന്നു. ശിവ സ്റ്റീഫനെ തിരികെ വിളിച്ചു. ഇന്നലെ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എന്നെക്കുറിച്ച് സ്റ്റീഫനോട് തിരക്കി. സാർ, അത് മാഡം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് ഒരു ഹലോ പോലും നമ്മൾ പറയാറില്ലല്ലോ. നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന നമ്പറായതുകൊണ്ടാണ് ഫോൺ എടുത്ത ഉടനെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചത്. അവർ രണ്ടുപേരും ഹോട്ടൽ ഹിൽ പാലസിൽ ഇന്നലെ ഒരു കണ്ടുമുട്ടലുണ്ടായിരുന്നു. അതിനുശേഷം ഹരിയെ വീട്ടിലേക്കാണ് പോയത്. സാന്ദ്ര എവിടെ പോയി എന്നറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും സാന്ദ്രയുടെ പുറകെ ഒരു കണ്ണ് വേണം. ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ ഇങ്ങോട്ട് വിളിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചോളാം. ഫോൺ കട്ടാക്കി തിരിയുമ്പോൾ പിന്നിൽ ജീവനും ജെയിംസും. ജീവനിൽ നിന്ന് തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ ജെയിംസ് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശിവയോട് കാര്യങ്ങൾ തിരക്കുന്നത് ഇരുവർക്കും എളുപ്പം. വർണ്ണ വീണ്ടും കോളേജിലേക്ക് പോയി ചേർന്നത് മുതൽ തന്നെ ഞാൻ അവൾക്കും പ്രിയയ്ക്കും വേണ്ടി പ്രൊട്ടക്ഷൻ എന്നവണ്ണം സ്റ്റീഫനെ ഏർപ്പാടാക്കിയിരുന്നു. പിന്നീടാണ് ഹരിയുടെ നീക്കങ്ങളെക്കുറിച്ച് ജീവനിൽ നിന്നും അറിയാനിടയായത്. അവർ കോളേജിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം നോക്കുന്നതിന് വേണ്ടി സ്റ്റീഫൻ അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകളെ എല്ലാം അപ്പാടെ തെറ്റിച്ചുകൊണ്ടായിരുന്നു സാന്ദ്രയുടെ എൻട്രി. ആരൊക്കെ തമ്മിൽ കാണരുതായിരുന്നു അവർ തന്നെയാണ് കണ്ടുമുട്ടിയത്. പക്ഷേ അച്ഛൻ്റെ നേർക്കുള്ള ഈ ഒരു ആക്രമണം അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ സേഫാണെന്ന് സ്വയം വിചാരിച്ചോട്ടെ, ഇതൊന്നും വർണ്ണ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇന്നലെ സ്റ്റീഫൻ എന്നെ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തത് വർണ്ണയാണ്. കോൾ അറ്റൻഡ് ആയപ്പോൾ തന്നെ സ്റ്റീഫൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വർണ്ണ ഇപ്പോൾ അതിൻ്റെ പിണക്കത്തിലാണ്. ഞാൻ അവളിൽ നിന്ന് എന്തൊക്കെയോ ഒളിച്ചെന്നും പറഞ്ഞ്. ഞാൻ അവളിൽ നിന്നും ഇതുവരെ ഒന്നും മറച്ചു വച്ചിട്ടില്ല. ശിവ പറഞ്ഞു തുടങ്ങുമ്പോൾ വർണ്ണ മുറിയിലേക്ക് വന്നു. ജീവനെയും ജെയിംസിനെയും കണ്ട് ചിരിച്ചു. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ ശിവ അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി. അത് കണ്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവർ സ്റ്റെയർ ഇറങ്ങി കഴിഞ്ഞതും
ശിവവർണയുടെ കൈവിട്ട് വാതിൽ ചേർത്തടച്ചു. അവൾ കരികിലേക്ക് വന്നു. തുടരും.